എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 13 ചൊവ്വാഴ്ച. 4 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച ഒരു ട്രേഡിംഗ് ഡേ ആയിരുന്നു ഇന്നലെ നടന്നത്. എന്നാൽ ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്നുള്ള ഒരു ആശങ്ക ട്രേഡർമാർക്കിടയിൽ വരികയും അതുപോലെ തന്നെ US ചൈന വ്യാപാര ചർച്ചകളുടെ ഇമ്പാക്റ്റ് മൂലമാണ് ഈ ഒരു ആശങ്കകൾ എന്നുമുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കൂടി ആയപ്പോൾ ഇന്ന് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റ് താഴത്തേക്ക് വന്നിരിക്കുകയാണ്. മാർക്കറ്റ് വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങളുടെ ടെലഗ്രാമിൻ്റെ ലിങ്കുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഒരു ട്രേഡർക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും ഞങ്ങൾ ഇതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ചാനൽ ഹാക്ക് ചെയ്തതിന് ശേഷം പുതിയ ചാനൽ തുടങ്ങി കുറച്ച് ആളുകളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. കേവലം 442 മെമ്പർമാരെ വന്നിട്ടുള്ളൂ. 4000-ത്തിൽ കൂടുതൽ മെമ്പർമാരുണ്ടായിരുന്നതാണ്, അത് ഹാക്ക് ചെയ്യപ്പെട്ടു. അതങ്ങനെയാണ്. ഒരു മേഖലയിൽ സത്യസന്ധമായിട്ട് മുന്നേറുമ്പോൾ ശത്രുക്കൾ കൂടുതലുണ്ടാവും. മാത്രമല്ല, ഞങ്ങളുടെ പേരിൽ ഫേക്ക് ഐഡികൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ആഫ്റ്റർ ഓപ്ഷൻ ട്രേഡ് എന്നുള്ള പേരിൽ നിങ്ങൾ ഒരിക്കലും സെർച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യരുത്. ഞങ്ങളുടെ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, അതുവഴി മാത്രം ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതെല്ലാം ഫേക്ക് ഐഡിയകൾ ഒരുപാടുണ്ട്, അതിലൊന്നും ജോയിൻ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. നോക്കൂ, ഇന്നത്തെ ടുഡേ 12 ഞങ്ങൾ വാർത്തകൾ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞു. അതിർത്തി സംഘർഷം അവസാനിച്ചതും US ചൈന വ്യാപാര യുദ്ധം തീരുന്നതും ഇന്നലെ ഇന്ത്യൻ വിപണിയെ 4 വർഷത്തിനുള്ളിൽ ഏറ്റവും വലിയ ഇൻട്രാഡേ നേട്ടത്തിലേക്ക് എത്തിച്ചു. അതോടൊപ്പം തന്നെ നോക്കൂ, US ഫീച്ചേഴ്സ് ഇന്ന് രാവിലെ താഴ്ചയിലാണ്. വ്യാപാര യുദ്ധം ഒഴിവാക്കുമ്പോൾ സാമ്പത്തികമാന്യ ഭീഷണിയും ഒഴിവാക്കുകയാണ്. ഇത് ക്രൂഡ് ഓയിൽ വിലയെയും ഉയർത്തി. ക്രൂഡ് ഓയിൽ വില ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് യുദ്ധം അവസാനിച്ചതും വ്യാപാര യുദ്ധം തീരുന്നതിൻ്റെയും ആവേശം കഴിഞ്ഞു. അതായത് ഇതുവരെ നമ്മൾ ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു. ഈ ഒരു യുദ്ധം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ട്രേഡിംഗ് വാറൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് അതിഗംഭീരമായിട്ട് മുകളിലേക്ക് പോകും എന്നുള്ള ഒരു ത്രില്ലിലായിരുന്നു നമ്മൾ. അത് ത്രില്ല് കഴിഞ്ഞു, ഇന്നലത്തോടെ അത് കഴിഞ്ഞു. ഇനി നമ്മൾ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരും, ശരിയല്ലേ? ഒപ്പം വിപണിയിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും, പതുക്കെ താഴ്ന്നു പോകാം. ഇന്ന് എന്താണ് സംഭവിച്ചത് മാർക്കറ്റിൽ? അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്. പാകിസ്ഥാനിൽ നിന്നുള്ള ഏതെങ്കിലും പ്രതികാരം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുമെന്ന് ട്രേഡർമാർക്കൊരു ഭയം വന്നിട്ടുണ്ട്. ആ ഒരു ഭയമാണ് ഇന്ന് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള കാരണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കുറഞ്ഞത്, അതുപോലെ USഉം ചൈനയും തമ്മിലുള്ള ഒരു ട്രേഡിംഗ് വാർ ഉണ്ടായിരുന്നല്ലോ, അത് പരിഹാരത്തിലെത്തിയത് എന്നിവ ഉൾപ്പെടെ ആഗോള തലത്തിലും ഡൊമസ്റ്റിക് തലത്തിലുമുള്ള അപകട സാധ്യതകൾ കുറഞ്ഞുപോയി. ആ കുറഞ്ഞതിലൂടെയാണ് മാർക്കറ്റ് ഇന്നലെയൊക്കെ നല്ല ഒരു ഹൈക്ക് നടത്തിയത്. അതൊരു ആശ്വാസം തുടർന്നും ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യത്യാസം നിലനിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെയുള്ള Q4 റിസൾട്ടുകളിൽ റിഫ്ലക്റ്റ് ചെയ്ത ആ ഒരു വിശാലമായ വരുമാനം മെച്ചപ്പെടുത്തലുകൾ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. നമുക്ക് ഭാവിയിലേക്ക് നോക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന സാമ്പത്തിക ധനനയങ്ങൾ, അതുപോലെ പുറത്തു നിന്നുള്ള ഡിമാൻഡിലെ തിരിച്ചുവരവ്, അനുകൂലമായ മൺസൂൺ പ്രഡിക്ഷൻ, അതുപോലെ പണപ്പെരുപ്പവും പലിശ നിരക്കും കുറയുന്നത് എന്നിവ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് ഈ 2025-2026 വർഷം വരുമാന വളർച്ചയെക്കുറിച്ച് ഒരു ശുഭാപ്തി വിശ്വാസം ട്രേഡർമാരിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഘടകങ്ങളെല്ലാം തന്നെ മൊത്തത്തിൽ സൂചിപ്പിക്കുന്നത് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ വെറും
ക്വാർട്ടറുകളിൽ നല്ല നിലയിലെത്താനും അതുപോലെ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധ്യതയുണ്ട് എന്നാണ്. ഇന്ന് BSE സെൻസെക്സ് 1281 പോയിൻ്റ് അഥവാ 1.5% ഇടിഞ്ഞ് 81,148 ലെവലിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ 346 പോയിൻ്റ് അഥവാ 1.39% ഇടിഞ്ഞ് 24,578 ക്ലോസ് ചെയ്തു. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു മാനദണ്ഡങ്ങളെല്ലാം തന്നെ മറികടന്ന് ഈ ബ്രോഡർ മാർക്കറ്റിൽ നിഫ്റ്റി മിഡും സ്മോളൊക്കെ ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 0.17% ഉയർന്ന് BSE മിഡ് ക്യാപ്പ് അതുപോലെ BSE സ്മോൾ ക്യാപ്പ് 0.99% ഉയർന്നിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെക്ടറൽ ബേസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ, ഫിനാൻഷ്യൽ സർവീസ്, FMCG, നിഫ്റ്റി IT എന്നിവ 1% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റി, നിഫ്റ്റി മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ്, നിഫ്റ്റി റിയാലിറ്റി അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവയെല്ലാം തന്നെ 1% വരെ ഇടിഞ്ഞിട്ടുണ്ട്. നിഫ്റ്റി PSU ബാങ്ക്, നിഫ്റ്റി മീഡിയ, ഫാർമ, ഹെൽത്ത് കെയർ എന്നിവ 1.66% വരെ ഉയരുകയാണ് ചെയ്തത്. സെൻസെക്സിൽ രജിസ്റ്റർ ചെയ്ത 30 സ്റ്റോക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 25 സ്റ്റോക്കുകളും ഇന്ന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇൻഫോസിസ് 3.5%, അതേപോലെ എറ്റേണൽ 3.48%, പവർ ഗ്രിഡ് 3.22%, HCL ടെക് 2.94%, TCS 2.83% എന്നിങ്ങനെയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട സ്റ്റോക്കുകൾ. എന്നാൽ സൺഫാർമ, അദാനി പോർട്സ്, ബജാജ് ഫിനാൻസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ടെക് മഹീന്ദ്ര എന്നിവ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇന്ത്യ വിക്സ് നോക്കുകയാണെങ്കിൽ 1.03% ഇടിഞ്ഞിരിക്കുകയാണ്. അത് 18.20 നിൽക്കുന്നു. ഈ മാർക്കറ്റിലെ ഇന്നത്തെ ഒരു ഡൗൺ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ചെറിയ താഴ്ച നമുക്ക് കാര്യമായി ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ല. കാരണം വളരെ സ്ട്രോങ് സപ്പോർട്ടായിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ 24,400 റേഞ്ച് ആ ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിന് മുകളിൽ 24,600 എന്നുള്ള ഒരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ്. ജസ്റ്റ് ഇന്ന് താഴത്തേക്ക് വന്നിട്ട് റിവേഴ്സ് അടിച്ചിട്ടുണ്ട്. ഏതായിരുന്നാലും 24,600 താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഒരു 22 പോയിൻ്റ് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,600 എന്നുള്ളത് സപ്പോർട്ട് ലെവൽ തന്നെയാണ്. 24,400 ഇതൊരു സ്ട്രോങ് സപ്പോർട്ടായിട്ട് നിൽക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രണ്ട് സപ്പോർട്ടുകൾ കണക്കിലെടുക്കുമ്പോൾ മൊത്തത്തിലുള്ള മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് പോസിറ്റീവായി തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഇന്ന് വാച്ച് ചെയ്യാൻ വേണ്ടി ഇന്നലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ പറഞ്ഞിരുന്നു. നമ്മൾ സപ്പോർട്ടായിട്ട് 24,850 പറഞ്ഞിരുന്നത്. ആ ഒരു ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ തന്നെ ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. 24,884 ഓപ്പൺ ചെയ്ത് സ്ലൈറ്റ്ലി ഡൗൺ സൈഡിലേക്ക് വരികയാണ്. അതേസമയം 24,768 ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ്, അതായത് അതിൻ്റെ തൊട്ടടുത്തുള്ള ക്യാൻഡിൽ തന്നെ ട്രേഡ് എടുക്കുന്നവർക്ക് എടുക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. നോക്കൂ, അങ്ങനെ ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് ഒരു 200 പോയിൻറ്റിൻ്റെ റാലി നിഫ്റ്റിയിൽ ലഭിച്ചിട്ടുണ്ടാവും. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 55,280 നമ്മൾ പറഞ്ഞിരുന്നത്. ഫസ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിലിന് ശേഷം നമ്മൾ സെക്കൻഡ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി, തേർഡ് ഇവിടെ നിന്ന് നമ്മൾ മെഷർമെൻ്റ് എടുക്കുകയാണെങ്കിലും 290 പോയിൻറ്റിൻ്റെ റാലി ബാങ്ക് നിഫ്റ്റിയിലും നടന്നിട്ടുണ്ട്. സെൻസെക്സിലേക്ക് വരുമ്പോഴും സമാനമായ രീതിയിൽ തന്നെയാണ്. നമുക്ക് ഈ ഒരു റേഞ്ചിൽ നിന്ന് എൻട്രി പിടിക്കുകയാണെങ്കിലും 740 പോയിൻറ്റിൻ്റെ റാലി ഇന്ന് സെൻസെക്സിൽ നടന്നിട്ടുണ്ട്. ഏതായിരുന്നാലും
ഇന്ന് നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നാളെ സപ്പോർട്ടായിട്ട് ഈ ഒരു ഏരിയ വാച്ച് ചെയ്യാവുന്നതാണ്. 80,680. സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്കൂ, നമ്മളുടെ ആൽഗോ ഇൻഡിക്കേറ്റർ ബൈ സിഗ്നൽ തന്നതിന് ശേഷം എത്രത്തോളം മുകളിലേക്ക് പോയി നോക്കൂ. റോക്കറ്റ് പോകുന്ന പോലെയാണ് പോയത്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. അതിനിടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രം, ആരെയും നിർബന്ധിക്കുന്നില്ല. ഓക്കെ, 80,650 എന്നുള്ള ഒരു സപ്പോർട്ട് നമുക്ക് നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് ആയിട്ട് സെൻസെക്സിൽ 81,850. ഓക്കെ, ഈ ഒരു റേഞ്ചിൽ സെൻസെക്സിൽ നമുക്ക് നാളെ വാച്ച് ചെയ്യാവുന്നതാണ്. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് 24,400. ഓക്കെ, 24,400 അല്പം താഴെ, 400 തന്നെ ബ്രേക്കായാലും അല്പം താഴത്തേക്ക് വന്ന് പോകാം. 24,380 സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യാം. റെസിസ്റ്റൻസ് ആയിട്ട് 24,750. ഓക്കെ, 40 വെച്ചിരിക്കുന്നത്. 24,750 ഈ ഒരു ലെവലിൽ നമുക്ക് നാളെ നിഫ്റ്റിയും വാച്ച് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു റേഞ്ചിൽ തന്നെയാണ്. കൃത്യമായി വളരെ സിമ്പിളായി നമുക്ക് സപ്പോർട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 54,560. ഓക്കെ, റെസിസ്റ്റൻസ് നമുക്ക് ഈ ഒരു സോണിൽ നിന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. 55,300. കുറച്ച് ഡിഫറൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 ഇൻഡെക്സുകളും ഇതുപോലെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് വാച്ച് ചെയ്യാം. നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നാളെ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.